പ്രേക്ഷകരുടെ ഇഷ്ടം നേടി മുന്നേറുകയായിരുന്നു ഉപ്പുമുളകും പരമ്പര. നീലുവും ബാലുവും പിന്മാറിയ ശേഷം TRP റേറ്റിംഗിൽ വലിയ രീതിയിൽ ഒരു ഇടിവ് സംഭവിച്ചിരുന്നു. എന്നാൽ ലച്ചുവിന്റെ ഭർത്താവായി സിദ്ധു എത്തിയതോടെ മില്യൺ കണക്കിന് കാഴ്ചക്കാരെയാണ് പരമ്പരയ്ക്ക് ലഭിച്ചത്. പ്രവാസിയായ സിദ്ധുവായി എത്തിയത് സിദ്ധാർത്ഥ് പ്രഭുവായിരുന്നു. മികച്ച പ്രേക്ഷക പിന്തുണയോടെ മുന്നേറുന്നതിനിടയിലാണ് സിദ്ധുവിന്റെ ആരാധകരെ നിരാശരാക്കിയ ഒരു വാർത്ത പുറത്തുവന്നത്. ഒരുപാട് സീരിയലുകളിലൂടെ ആരാധകരെ നേടിയതാണ് സിദ്ധാർത്ഥ് പ്രഭു. എപ്പോഴും പ്രേക്ഷകരുമായി അടുത്ത ബന്ധം പുലർത്താൻ ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ബാലതാരമായി അഭിനയ രംഗത്തേക്ക് വന്ന സിദ്ധു ഇപ്പോൾ 26 വയസ്സ് പിന്നിട്ട ഒരു വലിയ യുവാവ് തന്നെയാണ്. എങ്കിലും കണ്ണൻ എന്ന പേരിലെ ഇമേജ് താരത്തിന് പോയിട്ടുമില്ല. ഇപ്പോൾ സിദ്ധു ആണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യുവതാരം. എന്നാൽ മദ്യപിച്ച് വാഹനം ഓടിച്ച കേസിൽ അറസ്റ്റിലായിരുന്നു സിദ്ധാർത്ഥ. ആ സംഭവത്തിന് ശേഷം ഒരു വലിയ ഇടവേള ഉണ്ടായി. ഒരു ബ്രേക്ക് ഉണ്ടായ ശേഷമാണ് സിദ്ധാർത്ഥ ഉപ്പുമുളകിലേക്ക് മടങ്ങിയെത്തിയത്. താൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ധാർത്ഥ സീരിയലിലേക്ക് എത്തിയത്. പിന്നെയും ഉപ്പുമുളകിലേക്ക് എത്തിയത് എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു വീഡിയോയിലൂടെയാണ് സിദ്ധാർത്ഥ മടങ്ങിയെത്തിയത്. എന്നാൽ സിദ്ധാർത്ഥിനോട് ക്ഷമിക്കാൻ മാത്രമേ സിദ്ധാർത്ഥിനെ ഇഷ്ടപ്പെടുന്നവർക്ക് സാധിക്കുകയുള്ളൂ. കാരണം തട്ടിമുട്ടിയും എന്ന പരമ്പരയിലെ കണ്ണനായിട്ടാണ് നമ്മുടെ എല്ലാ മനസ്സിലേക്ക് സിദ്ധാർത്ഥ എത്തിയത്. ആ കുഞ്ഞു പയ്യൻ അല്ലെങ്കിൽ ആ ഒരു ചെറുക്കൻ എന്ന് പറയുന്ന ഒരു ഇമേജിൽ നിന്ന് ഇപ്പോൾ ഒരു പയ്യനായിട്ട് വളർന്നെങ്കിലും നമ്മുടെ എല്ലാം വീട്ടിലെ ഒരു ആളെപ്പോലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ അനിയനെ പോലെയോ സഹോദരനെ പോലെയോ മകനെ പോലെയൊക്കെ തന്നെയാണ് എല്ലാവരും സിദ്ധാർത്ഥിനെ ഇപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനോട് ആ സംഭവത്തിൽ എല്ലാവരും ക്ഷമിക്കുകയാണ് ചെയ്തത്. സംഭവത്തിൽ പരിക്കേറ്റ ആള് മരണപ്പെട്ട വാർത്ത ഒക്കെ ചർച്ചയെ മാറിയിരുന്നു. എന്നാൽ അപ്പോഴും സിദ്ധാർത്ഥിന്റെ പക്ഷം ചേർന്ന് നിൽക്കാനും സിദ്ധാർത്ഥിനെ കുറിച്ചും ചിന്തിക്കാനും എന്തോ ആരാധകർക്കും മനസാക്ഷിക്കുമെല്ലാം തോന്നിയിട്ടുണ്ട്. നാട്ടുകാരെയും പോലീസിനോടും അസഭ്യം പറഞ്ഞു എന്ന ആരോപണത്തിലാണ് സിദ്ധുവിനെ അന്ന് നാട്ടുകാർ കൈകാര്യം ചെയ്തത്. അറസ്റ്റ് ചെയ്ത് പിന്നീട് വീട്ടിലേക്ക് നിറഞ്ഞ് വിട്ടയച്ചുവെങ്കിലും ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആകെ വന്ന അപ്ഡേഷൻ ഇത് മാത്രമാണ്. പിന്നീട് ആ പരിക്കേറ്റയാൾ മരണപ്പെട്ടു എന്ന വാർത്ത എത്തിയിരുന്നു. പക്ഷെ ഉപ്പുമുളകും ആരാധകരെ നിരാശരാക്കുന്ന പോലെ തന്നെയാണ് പിന്നെയും സോഷ്യൽ മീഡിയയിൽ എത്തുന്ന വിവരം. ചാനൽ സിദ്ധാർത്ഥിനെ പുറത്താക്കി എന്ന പോലെയുള്ള സംസാരമാണ് കൂടുതലും. എന്നാൽ ചാനലോ അണിയറ പ്രവർത്തകരോ ഇത് സംബന്ധിക്കുന്ന യാതൊരു വിവരവും പങ്കുവച്ചിട്ടില്ല. സിദ്ധാർത്ഥ മടങ്ങിയെത്തിയ ശേഷം ഇപ്പോൾ ഉപ്പുമുളകിൽ ഒരു വലിയ അപ്ഡേറ്റ് നടന്നിരിക്കുകയാണ്. കാരണം വീണ നായരൊക്കെ ഇപ്പോൾ ഉപ്പുമുളകിൽ എത്തിയിട്ടുണ്ട്. പുതിയ ഒരു കഥാതന്തുവിലൂടെയാണ് ഉപ്പുമുളക് മുന്നേറാൻ പോകുന്നത്. എന്നാൽ താൻ ഉപ്പുമുളകിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ വീണ്ടും വന്നിട്ടുണ്ട്. തന്റെ പേരിലുള്ള ഒരു പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് ഔദ്യോഗികമായി താൻ ഉപ്പുമുളകിൽ നിന്നും ഇപ്പോൾ താൽക്കാലികമായി പിന്മാറുന്നുവെന്നും ഇനി ഒരു ബ്രേക്ക് ആണെന്നും സിദ്ധാർത്ഥ പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്നും ആ സീരിയലിൽ നിന്നും സിദ്ധാർത്ഥിനെ മാറ്റിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാരണം സിദ്ധാർത്ഥിന് മാറേണ്ടി വന്നതാണോ, അന്നത്തെ ആ കേസാണോ പ്രശ്നം എന്നെല്ലാം എല്ലാവരും ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതാണ് കാരണം. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും, ഇപ്പൊ റീൽസിലാണെങ്കിലും ഇൻസ്റ്റ തുടർന്നാലാണെങ്കിലും സിദ്ധാർത്ഥിന്റെയും ലച്ചുവിന്റെയും അതൊരു അവരുടെയൊക്കെ ഒരു കോംബോ കാണുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ തന്നെയാണ് സിദ്ധാർത്ഥിന് ഇപ്പോഴും ആളുകൾ. അപ്പൊ എങ്ങനെയാണ് ഈ ഉപ്പുമുളകിലേക്ക് വരുന്നത്, ഈ ഒരു പ്രോഗ്രാമിലേക്ക്? ഫ്ലവേഴ്സ് ചാനലിൽ നിന്നൊരു കോള് വന്നു. സിദ്ധു എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞിട്ട് കോള് വന്നു. അവർ ആക്ച്വലി ഓപ്പൺ ഡേറ്റ് ആണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഇത്ര ദിവസം അവൈലബിൾ ആണോ, എങ്ങനെയാണ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു, എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ എനിക്കൊരു ഓഡീഷൻ വേണം. അത് അവർക്ക് ആവശ്യമില്ലായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, അവരത് അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾ അവിടെ ഒരു ഓഡീഷൻ ചെയ്തു. എന്നിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ്, എനിക്കൊരു തോന്നലുണ്ടായി, ഓക്കെ ഇത് നമുക്ക് ചെയ്ത് തെളിയിക്കാൻ പറ്റും. അപ്പോഴാണ് അവിടെ നിന്ന് അറിയുന്നത് 13 പേരെ ഇവർ നേരത്തെ ഓഡീഷൻ ചെയ്തിരുന്നു. 13 പേര്. അതെനിക്കൊന്ന് ഫ്രഷേഴ്സ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യം അറിയില്ല. അപ്പൊ 14ാമനായി വന്നവനാണ് ഞാൻ. കറക്റ്റ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കാണുന്ന പ്രേക്ഷകരാണ് പറയേണ്ടത്, എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. ഇപ്പൊ എന്തായാലും നല്ല രീതിക്ക് വർക്ക് ചെയ്ത് പണിയെടുത്ത് മുന്നോട്ട് പോകുന്നു. ഞാനൊരു പ്രേക്ഷകയാണ് ഉപ്പുമുളകിലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ചില പ്രോഗ്രാംസ് കാണുമ്പോൾ നമ്മൾക്ക് അറിയാവുന്നവരാണ് അതിൽ അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട്
നല്ലതാണെന്നൊക്കെ തോന്നുന്നു. അതാണ് അതുപോലത്തെ പ്രോഗ്രാംസിന്, ഇപ്പൊ തട്ടിമുട്ടിയാണെങ്കിൽ ഉപ്പുമുളക് അങ്ങനത്തെ പ്രോഗ്രാംസിന്റെ പ്രത്യേകത ഏതാണ്? നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന പോലാണല്ലോ നിങ്ങളുടെ സംസാര രീതിയൊക്കെ. അപ്പൊ എന്തായാലും ഉപ്പുമുളക് എന്ന് പറയുന്ന ഓൾറെഡി ഒരു ഫാമിലി ആയിരുന്നു, അതിൽ കുറെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അതിലേക്കാണ് സിദ്ധാർത്ഥ് പോകുന്നത്. അപ്പൊ അങ്ങനെ പോയപ്പോ ഉണ്ടായിരുന്ന ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഞാൻ കൂടുതലും ഈ സിങ് സൗണ്ട് അതായത് സൗണ്ട് അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ പ്രോംപ്റ്റിംഗ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡബിങ് വരുമ്പോഴേക്കും അതിനകത്തുള്ള ലൈഫ് നഷ്ടപ്പെടുന്നതായിട്ട്, അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നവർക്കൊക്കെ ഇത് ഇച്ചിരിയും കൂടെ റിയൽ ലൈഫ് റിയാലിറ്റി തോന്നുന്നത്. അതെ അതെ. അപ്പൊ അതാണ് മെയിൻ ഘടകം, സിങ് സൗണ്ട്. പിന്നെ ഇവരുടെ ഉപ്പുമുളകിന് മേക്കിംഗ് സ്റ്റൈലും അതിന്റെ ടെക്നിക്കൽ ക്രൂ എല്ലാം ബ്രില്യന്റ് ആൾക്കാരാണ്. ഫ്ലവേഴ്സിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ പക്കയാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് ആണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ കാരണം, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യുന്നതും. അപ്പൊ അതില് നന്ദൂട്ടിയൊക്കെ ആണെങ്കിൽ നന്ദൂട്ടി സിദ്ധാർത്ഥിന്റെ ഒക്കെ ഒരു കോമ്പ് ഭയങ്കര രസമുണ്ട്. നന്ദൂട്ടിയൊക്കെ ശരിക്കും എങ്ങനെ സെറ്റില് ഭയങ്കര കുറുമ്പിയാണ്. ഞാനൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. തിരിച്ച് നമുക്ക് പോലും എങ്ങനെ സംസാരിക്കുമെന്ന് പോലും ഒരു ഐഡിയ പറ്റത്തില്ല. പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്. അയ്യോ, നമുക്ക് എടുത്തിങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന തരത്തിലൊരാളാണ്. എന്റെ മോളാണ് അതിനകത്ത്. അതെ. അപ്പൊ പിന്നെ ശരിക്കും കുറച്ചും കൂടി ഒരു ഇതുണ്ടല്ലോ, അതാണ് ഒരു അച്ഛൻ മോള് കോംബോ ഭയങ്കരമായിട്ട് അത് വർക്ക്ഔട്ട് ആവുന്നത്. ആദ്യം സംശയിച്ചിരുന്നു ഈ അച്ഛൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് എത്താനുള്ള ഒരു പ്രായം എനിക്ക് ആയോ. എത്ര വയസ്സുണ്ട്? നേരത്തെ എന്താ പറഞ്ഞ വയസ്സ് പറയാൻ പറ്റത്തില്ലല്ലേ? എന്നാ ഞാൻ പറയാം, കുഴപ്പമില്ല. എനിക്ക് റീസെന്റ് ഇപ്പം October 23rd 26 ആയി. നമുക്ക് ഒരു പ്രായ ചേച്ചിന്നപ്പം വിളിക്കണ്ട. ഇപ്പൊ പ്രായം പറഞ്ഞല്ലോ. ഇപ്പൊ പറഞ്ഞു. ഞാൻ ചേച്ചി എനിക്ക് നല്ല പ്രായം ഉണ്ടാവുന്നേ, അതുകൊണ്ട് അപ്പൊ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ അതാണ് നന്ദൂട്ടി. അപ്പൊ അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് ഉപ്പുമുളകിൽ അല്ലേ? അപ്പൊ ഉപ്പുമുളകിലേക്ക് പോകുമ്പോ ശരിക്കും ഒരു ഫാമിലി പോലെ, കാരണം തട്ടിമുട്ടിയിൽ അങ്ങനെ ആയിരുന്നല്ലോ, ഒരു ഫാമിലി വൈബ് ആയിരുന്നു. ഇപ്പൊ സൂസു ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നു. ഇപ്പോഴും ഒരു ഫാമിലി വൈബാണ്. പിന്നെ സിദ്ധാർത്ഥിൽ ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ 3 സിറ്റ്കോമും വളരെ ഹിറ്റായിട്ട് പോകുന്നതാണ്. അതില് സിദ്ധാർത്ഥ് വളരെ റോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ സിറ്റ്കോമിന് പറ്റിയ ഒരാളാണ് സിദ്ധാർത്ഥ്. ഐ മീൻ അങ്ങനെയല്ല, ബട്ട് സ്റ്റിൽ ഇതുപോലെ ഇപ്പൊ എന്നാലോചിക്ക്, തട്ടിമുട്ടിയും എത്രയോ വർഷം മുമ്പാണ്, കൊച്ചായിരുന്നപ്പോഴേ തൊട്ട് തുടങ്ങിയതല്ലേ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, തട്ടിമുട്ടിയിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എന്റെ പ്രായം 12 ആണ്. 12 മുതൽ 22 വയസ്സ് വരെയുള്ള ജേർണി തട്ടിമുട്ടിയുടെ കൂടെയായിരുന്നു. അതായത് ഒരു പയ്യന്റെ ക്യാരക്ടർ, അതായത് ഒരു 12 വയസ്സ് ടു 22 വയസ്സ് വരെ. അതിനുശേഷം 22 to 25 സൂസുല് പോയി. അപ്പൊ ഒരു മാൻ മെറ്റീരിയലിലോട്ട് മാറി. ആ കിഡ് എന്നുള്ളത് മാറി, അത് സൂസുല് യൂട്ടിലൈസ്ഡ് ആയി. അത് കഴിഞ്ഞിട്ടുള്ള വെർഷനാണ് ഇപ്പൊ ഉപ്പുമുളകിൽ യൂട്ടിലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇച്ചിരിയും കൂടി നെക്സ്റ്റ് ഭാര്യയായി, കൊച്ചായി. ഇനി അപ്പൂപ്പൻ അങ്ങനെയൊക്കെ പോകുന്നതാണ്, എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ കയ്യിലാണ്. അടുത്ത സിറ്റ്കോമിൽ പറയാൻ പറ്റില്ല. ഞാൻ അതൊക്കെ ഫിലിംസിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്, അത് സ്റ്റോക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അതൊരു രസമുള്ള കാര്യമല്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും പലർക്കും അറിയില്ല. എനിക്ക് തട്ടിമുട്ടിയിലൂടെയാണ് സിദ്ധാർത്ഥിനെ കൂടുതലും അറിയുന്നത്. പക്ഷെ വെറുതെ അല്ല ഭാര്യ തൊട്ട് തുടങ്ങിയതാണല്ലേ. വെറുതെ അല്ല ഭാര്യ ശരിക്കും കുട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അപ്പനെയും അമ്മേനെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല രണ്ടുപേരും നല്ല. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു തട്ടിമുട്ടിയിലും സിദ്ധാർത്ഥ് ഇത് രണ്ടും സെയിം ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഭാഗ്യലക്ഷ്മി മീനാക്ഷി ആയിട്ട് ചെയ്യുന്നത് ചേച്ചി, ഇതൊന്നും എനിക്കറിയില്ല. പിന്നീട് വന്നപ്പോഴാണ് മനസ്സിലായി ഇതൊക്കെ അതെ ഓൺ സിസ്റ്റർ ആണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഭാഗ്യലക്ഷ്മി എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ UK-ലാണ്, നേഴ്സാണ് പുള്ളിക്കാരി, വർക്ക് ചെയ്യുന്നു. ഒരു നെക്സ്റ്റ് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതുപോലെ ഒരു സിറ്റ്കോം അല്ലെങ്കിൽ ഒരു മൂവിലൊക്കെ പ്രതീക്ഷിക്കാമോ? അറിയില്ല, അത് പറയാൻ പറ്റത്തില്ല. അറിയില്ല. ഓക്കെ. ഇപ്പൊ നമ്മള് ഇപ്പൊ തട്ടിമുട്ടിയിലേക്ക് തിരിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞ പോലെ അത്രയും ചെറിയ പ്രായമാണ്. അപ്പോ ഇങ്ങനെ ഒരു സിറ്റ്കോം ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആളുകളിലേക്ക് എത്തുമ്പോ ആളുകൾക്ക് അതൊരു രസമായിട്ട് തോന്നണല്ലോ. അപ്പൊ നമ്മൾക്ക് സിറ്റ്കോമിന്റെ കറക്റ്റ് ഫുൾ ഫോം അറിയോ? ഇങ്ങനൊന്നും ചോദിക്കല്ലോ, എന്നെ ഏറെ കയറ്റാനാണോ? സിറ്റ്കോം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റിയൽ ലൈഫ് സ്റ്റോറി, നമ്മൾ ഹാസ്യം രീതിയിൽ സിറ്റുവേഷൻ കോമഡി, അതായത് ആ അവിടെ ഉണ്ടാവുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ 3 പ്രൊജക്ടിലും പ്രത്യേകിച്ച് കഥയോ അല്ലെങ്കിൽ പ്രതികാര കഥയോ അങ്ങനെ ഒന്നും പറയാനില്ല. ആ ഒരു സിറ്റുവേഷനും അതനുസരിച്ച് വരുന്ന കുറച്ച് കാര്യങ്ങളും ഒരു 23-24 മിനിറ്റ് കോണ്ടന്റിൽ നമ്മൾ ഒതുക്കി ലൈവ് ആക്കി പോകും. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും തട്ടിമുട്ടിയിൽ എന്ന് പറയുമ്പോ അത്രയും ചെറിയ പ്രായത്തിൽ, ഇപ്പൊ സിദ്ധാർത്ഥ് തന്നെ പറഞ്ഞു 12 വയസ്സിലാണെന്ന്. അപ്പൊ ആ ഒരു പ്രായത്തില് തട്ടിമുട്ടിയും പോലത്തെ ഒരു പ്രോഗ്രാം, അതും ലെജൻഡറി ആർട്ടിസ്റ്റ് ഉള്ള അങ്ങനത്തെ ഒരു പ്രോഗ്രാമില് വരുമ്പോ നമ്മളൊരു ഹാസ്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു റിയൽ ലൈഫ് സ്റ്റോറി പോലെ ആണെങ്കിലും അത് ആളുകളിൽ ഒരു രസം ഉണ്ടാക്കുന്ന ഒരു